So students, today we are going for a new chapter. ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാവുന്നതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യം എന്നാണ് ഇന്നത്തെ ഈ പുതിയ ചാപ്റ്ററിൻ്റെ പേര്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ 8 പോയിന്റുകളാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 5ാമത്തെ ചാപ്റ്ററിനകത്ത്. ഓക്കെ, ഒന്നാമത്തെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സെക്സ്, അതായത് ലിംഗനീതിയും ലിംഗഭേദവും. ലിംഗനീതി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലിംഗനീതിയും ലിംഗഭേദവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുക, 2 തരത്തിലാണ് മനുഷ്യവംശത്തിനെ കാണപ്പെടുന്നത്. ഒന്ന് സ്ത്രീയായും പുരുഷനായും. ഇതിൽ ആണുങ്ങളെ നമുക്കറിയാം, പുരുഷന്മാരെ പുല്ലിംഗങ്ങളെന്നും സ്ത്രീകളെ സ്ത്രീലിംഗങ്ങളെന്നും ആണ്, സ്ത്രീകൾ എന്നുള്ള ഇതിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ നീതി കൊടുക്കണം എന്നുള്ളതാണ് ശരിയായ പ്രക്രിയ. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ലിംഗനീതി, അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ നീതി പലപ്പോഴും കൊടുക്കാറില്ല. ഒരുപക്ഷെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ നീതി കിട്ടുമായിരിക്കും, പക്ഷേ അനുദിന ജീവിതത്തിൽ അവർക്ക് പലപ്പോഴും ആ തുല്യത ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ ഭാഗത്തായിട്ട് നടക്കുന്നത്. ഈ ഭാഗം നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് ഇത് ചോദിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ബയോളജിയുടെ ഭാഗമായിട്ട് ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ഹെൽത്ത് പ്രഗ്നൻസി എന്നുള്ള ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരോഗ്യകരമായ ഗർഭകാലം. അതായത് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ആ സ്ത്രീക്ക് നല്ല ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യകരമായ ഒരു കുഞ്ഞിനെ ആ സ്ത്രീക്ക് പ്രസവിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗർഭകാലത്ത് എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കേണ്ടത്, അതിന് എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം ചെയ്യണം, ഏതെല്ലാം മരുന്നുകൾ എടുക്കണം, ഏതെല്ലാം വാക്സിനേഷൻ നടക്കണം, ഏത് രീതിയിലുള്ള എക്സസൈസുകളെല്ലാം നടത്തണം, ഏത് രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം, ഏത് രീതിയിലുള്ള സാമൂഹികവും മാനസികവുമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം, ഏത് രീതിയിലുള്ള ഗർഭിണി പരിചരണം ആവശ്യമാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ഭാഗമായിട്ട് പഠിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫീറ്റൽ ഗ്രോത്ത് എന്ന്, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച. അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഒരു ശിശു എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു, അതിനുശേഷം എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ രൂപീകരണം അവിടെ നടക്കുന്നത്, ആ ശിശു എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത്, ഈ ഭാഗങ്ങളെല്ലാമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച എന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗമായിട്ട് വരുന്നത് അന്റിനൽ കെയർ എന്ന് വെച്ചാൽ ഗർഭകാല പരിചരണം. അതായത് ഒരു സ്ത്രീക്ക് ഏതെല്ലാം രീതിയിലുള്ള പരിചരണം അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഉദരത്തിൽ വഹിക്കുമ്പോൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം, അല്ലെങ്കിൽ ഒരു അമ്മ ആയി തീരുമ്പോൾ ആ അമ്മയിൽ ഉണ്ടാകേണ്ട പ്രത്യേകതകൾ, അല്ലെങ്കിൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെല്ലാം, അവളുടെ ശരീരത്തിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങൾ ഏതെല്ലാം, എങ്ങനെയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പരിചരിച്ചെടുക്കേണ്ടത്, ഒരു കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം എങ്ങനെയാണ് ഒരമ്മ നൽകേണ്ടത്, ഇക്കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ മദർഹുഡ് എന്ന ഭാഗത്തുകൂടെ മനസ്സിലാക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ പ്രാധാന്യം എന്ന ഭാഗമാണ്. അതായത് ഒരു കുഞ്ഞിന് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ചും ആ കുഞ്ഞ് ജനിച്ച് ഒരു 6 മാസം വരേക്കും എന്തുകൊണ്ടാണ് മുലപ്പാലായിരിക്കണം ആ കുഞ്ഞിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നതെന്ന്, മുലപ്പാലിൻ്റെ ഗുണങ്ങളെന്ത്, മുലപ്പാൽ കുടിച്ചു കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷി എന്ത്, എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നത്, ഈ കാര്യങ്ങൾ എല്ലാമാണ് മുലപ്പാലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്ന ഭാഗത്ത് നമ്മൾ
പഠിക്കുവാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ വാക്സിനേഷൻ എന്ന ഭാഗമാണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് നൽകുന്ന ചില മരുന്നുകളാണ്. അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നൽകുന്നുണ്ട്, വലുതായി വരുംതോറും അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർജിത രോഗപ്രതിരോധ ശേഷി എങ്ങനെ മരുന്നുകൾ കൊണ്ട് നേടിയെടുക്കാം എന്ന് പഠിക്കുന്ന പാഠഭാഗമാണ് വാക്സിനേഷൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലൈംഗിക രോഗാണുബാധകൾ എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ടുള്ള രോഗങ്ങൾ, അത് രോഗാണുബാധകൾ ഉണ്ടാകുന്നത്, പ്രത്യേകമായിട്ടും ലൈംഗിക അവയവത്തിലും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾക്ക് ചുറ്റും, അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിനോടനുബന്ധിച്ച് ഒക്കെ രോഗങ്ങൾ ഉണ്ടാകുക എന്നുള്ള ഒരു പാഠഭാഗം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ പാർട്ടിൽ, അല്ലെങ്കിൽ ചാപ്റ്റർ 5 നമ്മൾ മുഖ്യമായിട്ട് പഠിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടുന്ന ആരോഗ്യം എന്ന് പഠിക്കുന്ന ഭാഗത്തിൽ ഉള്ളത് മെയിനായിട്ടുള്ള 8 പോയിന്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, ജെൻഡർ ജസ്റ്റിസ് അല്ലെങ്കിൽ ലിംഗനീതിയും ലിംഗഭേദവും എന്നുള്ളതും. രണ്ടാമത്തേത് ഹെൽത്തി പ്രഗ്നൻസി, അതായത് ആരോഗ്യപരമായ ഗർഭകാലം എന്നുള്ളതും. മൂന്നാമത്തേത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നു. നാലാമത്തേത് ഗർഭകാല പരിചരണം, അല്ലെങ്കിൽ അനറ്റൽ കെയർ എന്ന് പറയുന്നു. അടുത്തതായിട്ട് അഞ്ചാമത്തതായിട്ട് മദർഹുഡ്, അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നു. ആറാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഏഴാമതായിട്ട് വരുന്നത് വാക്സിനേഷൻ എന്നുള്ള ഭാഗമാണ്. എട്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നുള്ള പാഠഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി ഏതെല്ലാം ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് അടുത്ത പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം.